ആഗ്രഹിക്കുന്ന സന്ദർഭമാ. മുഹമ്മദായ തങ്ങളുടെ ഹദ്റത്തിലേക്ക്, പ്രവാചകരായ ഹബീബായ തങ്ങളുടെ സൗദത്തിലേക്ക് ഉമറിന്റെ വരവ് കണ്ടപ്പോ ഹംസ എന്നവർ എണീറ്റു. തന്റെ വാളുകൊണ്ട് എണീറ്റു, വാളും പിടിച്ചിട്ട് എണീറ്റുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയാ, അല്ലയോ നബിയേ, അല്ലയോ പ്രിയപ്പെട്ട പ്രവാചകരെ, ഉമർ വരുന്നുണ്ട് നബിയേ, ഉമർ നമ്മളുടെ അടുക്കലേക്ക് വരുന്നുണ്ട് നബിയേ. ഉമർ എന്ത് ചെയ്യുമെന്നറിയില്ല, പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഉമറിന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഉമറിന്റെ ഉദ്ദേശം നല്ല മനസ്സോടുകൂടെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഉമറിന്റെ ഉദ്ദേശം മറിച്ചാണെങ്കിൽ വാളിന് ഇരയാക്കും നബിയേ. ധീരനായ ഹംസ അവിടുന്ന് മക്കയിൽ അവിടുന്ന് ക്രൂരതകളെ കൊണ്ട്, മക്കയിൽ അവിടുന്ന് തന്റെ അധികാരങ്ങളെ കൊണ്ട്, മക്കയിൽ അവിടുന്ന് തന്റെ ആ ഒരു വലിയ ഗാംഭീര്യം കൊണ്ട് പ്രശസ്തനായ ഉമറാ വരുന്നത്. തടുക്കാൻ പേടിയുള്ളവരാ. പക്ഷേ ഹംസക്ക് പേടിയില്ല, ഹംസക്ക് ഒരാളെയും ഭയമില്ല. ഹംസത്തുൽ ഖറാർ തങ്ങള് ആരിലേക്കും ചാടിയെടുക്കാൻ ധൈര്യമുള്ളവരാ. ഹംസ പറയാനും, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഉമറിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഉമർ വന്നോട്ടെ, ഇല്ലെങ്കിൽ വാളിൻ ഇരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഊരിപ്പിടിച്ച വാളുമായി ഹംസത്തുൽ ഖറാർ മുന്നിലേക്ക് ചെന്നപ്പോ അല്ലാ, ഉമറിന്റെ കയ്യിനൊരു പിടുത്തമാ. ഉമറിന്റെ കയ്യിനൊരു പിടുത്തമാ. ഹംസത്തുൽ ഖറാറിന്റെ പിടുത്തത്തില് ഉമർ തങ്ങൾ അവിടുന്ന് അല്പമൊന്ന് നെരുങ്ങിയെങ്കിലും ഹബീബിനോട് ചെന്നിട്ട്, നമുക്ക് ഒരു ഉദ്ദേശവും വേണ്ടാത്ത ഉദ്ദേശങ്ങളില്ല, നമുക്ക് ദുരുദ്ദേശങ്ങളില്ല. ഞാൻ വന്നത് മുസ്ലിമാവാൻ വേണ്ടിയാ, ഞാൻ വന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞപ്പോ അവിടന്ന് കൈപിടിച്ചുകൊണ്ട് ഹബീബിന്റെ സവിധത്തിലേക്ക് എത്തിക്കുകയാ.